Today, our topic is application of refrigeration in food processing, preservation and distribution. ഇപ്പോൾ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഫുഡ് പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലായാലും ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മളിനി കാണാൻ പോവുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അതിൽ നമ്മൾ മീറ്റ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ്, ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം സ്റ്റോറേജ് ഓഫ് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. It is well known that some bacteria are responsible for degradation of food and enzymatic processing cause ripening of the fruits and vegetables. The growth of bacteria and the rate of enzymatic process are reduced at low temperature. This helps in reducing the spoilage and improving the shelf life of the food. അപ്പോൾ നമുക്ക് ഫുഡ് പ്രോഡക്റ്റ് കേടാകാതെ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കണം, അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അത് ചീത്തയാവാതെ. അങ്ങനെയെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയൽ ആക്ഷൻസ് മൂലമാണ് ഫുഡ് സ്പോയിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്ടീരിയൽ ആക്ഷൻ മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം. അപ്പോൾ അതിന് ഫുഡ് പ്രോഡക്റ്റുകൾ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ്? ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. നമ്മൾ എക്സാമ്പിൾ ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോ ടെമ്പറേച്ചറിൽ ഫുഡ് പ്രോഡക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് അതിൻ്റെ സ്പോയിലാവാതെ കേടാകാതെ കുറേ നാളത്തേക്ക് കൂടെ അത് സൂക്ഷിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു ടേബിൾ കാണിക്കുന്ന ഡിഫറെൻറ്റ് ഫുഡ് പ്രോഡക്റ്റും അതിൻ്റെ ലൈഫ് സ്പാനുമാണ് കാണിക്കുന്നത്. അതായത് 0°C, 22 °C, 38 °C അതിൻ്റെ ലൈഫ് സ്പാനാണ്. ഉദാഹരണം, നമ്മൾ മീറ്റ് എടുക്കുന്നു. അപ്പോൾ 0°C അത് 6 to 10 days നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് 22 °C അല്ലെങ്കിൽ 38 °C ആണെങ്കിൽ ആ ലൈഫ് സ്പാൻ കുറയുന്നു. ഇതുപോലെ തന്നെയാണ് ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ. ഇപ്പോൾ ഓരോ ഫുഡ് പ്രോഡക്റ്റിനും അത് നമുക്ക് പ്രിസർവ് ചെയ്യാം, കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ. അപ്പോൾ അത് ആ ടെമ്പറേച്ചർ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്രിസർവേഷൻ പീരീഡ് എന്ന് പറയുന്നത് കൂട്ടാം. അപ്പോൾ ഈ രീതിയിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡ് പ്രോഡക്റ്റ് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോ ടെമ്പറേച്ചർ സ്പേസ് ഉണ്ടാകണം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഈ കാണിക്കുന്നത് എഫക്റ്റ് ഓഫ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഓൺ യൂസ്ഫുൾ സ്റ്റോറേജ് ലൈഫ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. ഈ കാണിക്കുന്നതും റെക്കമെൻഡഡ് സ്റ്റോറേജ് കണ്ടീഷൻസ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോറേജ് ടെമ്പറേച്ചറും അതുപോലെ ഹ്യൂമിഡിറ്റി എത്ര വേണം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് ടേബിളിൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, വളരെ ലോ ടെമ്പറേച്ചറിൽ ഫുഡ് പ്രോഡക്റ്റ് കുറേ നാൾ കേടാകാതിരിക്കും, ബാക്ടീരിയൽ ആക്ഷൻ ഇനാക്റ്റീവ് ആകുന്നത് മൂലം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇൻ ജനറൽ, ദ സ്റ്റോറേജ് ലൈഫ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ടർ ആക്ടിവിറ്റി വിച്ച് എസെൻഷ്യലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ ലിക്വിഡ് ഫോം ഇൻ ദ ഫുഡ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അപ്പോൾ ഫുഡ് പ്രോഡക്റ്റിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റും ടെമ്പറേച്ചറും ഈ ബാക്ടീരിയൽ ആക്ഷന് കാരണമാകും, അല്ലെങ്കിൽ ബാക്ടീരിയൽ ആക്ഷൻ ഫ്ലറിഷ്ഡ് ആകാൻ ചിലപ്പോൾ വാട്ടർ കണ്ടൻറ്റും ടെമ്പറേച്ചറും കാരണമാകും. അപ്പോൾ വളരെ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ഫുഡിനെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ഈ ബാക്ടീരിയൽ ആക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആക്ഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഫ്ലറിഷ്ഡ് ആയിട്ട് ആക്റ്റീവ് ആകാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കുറേ നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതാണ് ഹെൻസ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിസർവ് വേരിയസ് ഫുഡ് പ്രോഡക്ട്സ് ഫോർ മച്ച് ലോങ്ങർ പീരീഡ്സ് അണ്ടർ ഫ്രോസൺ കണ്ടീഷൻ. നമ്മൾ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് ബാക്ടീരിയൽ ആക്ഷൻ നമ്മൾ ഇനാക്റ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കാൻ സാധിക്കുന്നു. ഫുഡുകൾ ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട്
കുറേ നാളത്തേക്ക് അത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ദെൻ ഫിഷ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഐസ്ഡ് ഫിഷ് ഈസ് സ്റ്റിൽ ട്രാൻസ്പോർട്ടഡ് ബൈ റെയിൽ ആൻഡ് റോഡ്. നമുക്കറിയാം, റെയിൽ മാർഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ റോഡ് മാർഗം ആയിക്കോട്ടെ, ഫിഷ് നമ്മൾ ഐസിൽ സ്റ്റോർ ചെയ്താണ് ഫിഷ് നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കേസിൽ ഫിഷ് കേടാകാതിരിക്കാൻ ഐസ് ക്യൂബ്സ് ആവശ്യമാണ്. ഫ്രീസിങ് ഓഫ് ഫിഷ് എബ്രോഡ് ദ ഷിപ്പ് റൈറ്റ് ആഫ്റ്റർ ക്യാച്ച് റിസൾട്ട്സ് ഇൻ ബെറ്റർ ക്വാളിറ്റി ദാൻ ഫ്രീസിങ് ഇറ്റ് ആഫ്റ്റർ ദ ഷിപ്പ് ഡോക്സ്. അതായത് മീൻ പിടിച്ചതിന് ശേഷം മീൻ പിടിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മളൊരു ഐസ് ക്യൂബ് ഉള്ള ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഫുഡിനെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയിലേക്കോ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ്, ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ അത് പിന്നീട് യൂസ് ചെയ്യാൻ സാധിക്കും. In some ships, it is frozen along with seawater since it takes months before the ship returns to dock. അപ്പോൾ ചില കേസിൽ ഈ ഐസ് ക്യൂബ് അല്ലെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ ഫിഷിനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ കടലിലൊക്കെ പോകുന്നു, 3 മാസം 4 മാസം ഷിപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന കേസൊക്കെ ആകുമ്പോൾ ഫിഷ് കേടാതിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഫിഷിനെയൊക്കെ ഇതുപോലെ പിടിച്ചതിന് ശേഷം, വലിയ മത്സ്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം ഐസ് ക്യൂബ് കൊണ്ട് അതുങ്ങളെ പൊതിയും. ഐസ് ക്യൂബ് കൊണ്ട് പൊതിഞ്ഞ് ഒരു ലോ ടെമ്പറേച്ചർ ഏരിയയിൽ കീപ്പ് ചെയ്യും. കാരണം അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനും അത് കേടാകാതിരിക്കാനും. കാരണം ചിലപ്പോൾ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടാകും ഫിഷ് ഷോറിൽ എത്തിച്ചേരുക. ദെൻ മീറ്റ് ആൻഡ് പോൾട്രി. These items also require refrigeration right after slaughter during processing and packaging. നമുക്കറിയാം, മീറ്റ് പ്രോഡക്റ്റുകളെല്ലാം, അത് ബീഫ് ആയിക്കോട്ടെ, പോർക്ക് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഫ്രീസ് ചെയ്ത് ഫ്രോസൺ പ്രോഡക്റ്റ് ആയിട്ട് നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, ഈ പ്രോഡക്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കേസുകളായിക്കോട്ടെ, ഇവിടെയൊക്കെ റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. കാരണം ലോ ടെമ്പറേച്ചർ എവിടെയാണോ ആവശ്യം അവിടെ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. Short term storage is done at 0 degrees Celsius. Long term storage requires freezing and storage at -25 degrees Celsius. അപ്പോൾ മീറ്റ് പ്രോഡക്റ്റ് നമ്മളൊരു ഷോർട്ട് ടൈം യൂസ്, ഒരു 2-3 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാനാണെങ്കിൽ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ധാരാളം. മറിച്ച് കുറച്ച് ഒരു മാസത്തേക്കോ ഒക്കെ അങ്ങനെ സ്റ്റോർ ചെയ്യുക എന്ന രീതിയിലാണെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്ത് വളരെ ലോ ടെമ്പറേച്ചർ ലൈക്ക് -25 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ വീണ്ടും അത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡയറി പ്രോഡക്ട്സ്, നമുക്കറിയാം, മിൽക്ക് പ്രോഡക്റ്റുകൾ, ഇതൊക്കെ പ്രിസർവ് ചെയ്യണം. ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്താൽ മാത്രമേ നമുക്കത് കൂടുതൽ കാലത്തേക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. ദി ഇമ്പോർട്ടൻറ്റ് ഡയറി പ്രോഡക്ട്സ് ആർ മിൽക്ക്, ബട്ടർ മിൽക്ക് ആൻഡ് ഐസ്ക്രീം. To maintain good quality, the milk is cooled in bulk milk coolers immediately after being taken from cow. Bulk milk cooler is a large refrigerated tank that cools it between 10 to 15 degrees Celsius. അപ്പോൾ മിൽക്ക് നമ്മൾ ആ മിൽക്കിനെ കൂൾ ചെയ്യണം. ബൾക്ക് മിൽക്ക് കൂളർ ഉപയോഗിച്ചുകൊണ്ട് മിൽക്കിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൂൾ ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ അത് ചീത്തയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിൽക്ക് പ്രോഡക്ട്സുകൾ കീപ്പ് ചെയ്യുന്ന കേസിലായിക്കോട്ടെ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം വളരെ ആവശ്യമാണ്. ഇനി അതല്ല, ഐസ്ക്രീമുകളായിക്കോട്ടെ, ഐസ്ക്രീം മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ്ക്രീം പ്രിസർവ് ചെയ്യുന്ന ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോളിഡിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇല്ലാതെ സാധിക്കില്ല. കാരണം നമുക്ക് ലോ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഐസ് ക്യൂബുകൾ മാനുഫാക്ചർ ചെയ്യണം. ഈ ഒക്കെ കേസിലും നമുക്കൊരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം, വേപ്പർ കംപ്രഷൻ അല്ല, ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. ദെൻ അപ്പോൾ മിൽക്ക് നമ്മൾ ഇതുപോലെ 10 to 15 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്ത് സ്റ്റോർ ചെയ്യണം. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡയറി ഫാംസ് വെയർ ഇറ്റ് ഈസ് പാസ്ചറൈസ്ഡ്. പാസ്ചറൈസേഷൻ ഇൻവോൾവ്സ് ഹീറ്റിംഗ് ഇറ്റ് ടു 73 ഡിഗ്രി സെൽഷ്യസ് and holding it at this temperature for 20 seconds. Thereafter it is cooled to 3 to 4 degrees Celsius. അപ്പോൾ എല്ലാ കേസിലും അത് ഏത് ഫുഡ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് പ്രിസർവ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ്. കാരണം നമുക്ക് ആ ഒരു ഇപ്പോൾ മിൽക്ക് ആയിക്കോട്ടെ, നമുക്ക് ഒരു പശുവിനെ കറന്ന പാലെടുത്ത് അപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ പാലിനെ മറ്റെന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് കേസായാലും അവിടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഫുഡ് പ്രോഡക്റ്റിനെ നമുക്കൊന്ന് പ്രിസർവ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഫുഡ് പ്രോഡക്റ്റുകൾ കേടാകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ളൊരു സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ ദ ഡയറീസ് ഹാവ് ടു ഹാവ് എ വെരി ലാർജ് കൂളിംഗ് കപ്പാസിറ്റി സിൻസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഹാസ് ടു ബി ഇമ്മീഡിയറ്റ്ലി കൂൾഡ് ആഫ്റ്റർ അറൈവൽ. ഇപ്പോൾ ഇതുപോലെ ഡയറി ഫാംസിലൊക്കെ മിൽക്ക് കൂൾ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി കൂളേഴ്സ് ഉണ്ടാകും. ഈ കൂളേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കും. ദെൻ ബിവറേജസ്, അത് നമ്മൾ കുടിക്കുന്ന പെപ്സി ആയിക്കോട്ടെ, കൊക്കക്കോള ആയിക്കോട്ടെ, സോഫ്റ്റ് ഡ്രിങ്കുകൾ ആയിക്കോട്ടെ, ഇനി അതല്ല വൈൻ ആയിക്കോട്ടെ, റം ആയിക്കോട്ടെ, തുടങ്ങി ബിവറേജസ് പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇതെന്ത് തന്നെ ആയാലും അതെല്ലാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും, ടേസ്റ്റ് ഗുഡാകും. മാത്രമല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി മാറും. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെയും റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. പ്രൊഡക്ഷൻ ഓഫ് ബീർ, വൈൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫ്രൂട്ട് ജ്യൂസസ് റിക്വയർ refrigeration. The taste of many drinks can be improved by serving them cold or by adding ice to them. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പെപ്സി കുടിക്കുന്നു, ഒരു ഹോട്ടായിട്ടുള്ളൊരു പെപ്സി കുടിക്കുന്നു, അത് കോൾഡായിട്ടുള്ളൊരു പെപ്സി കുടിക്കുന്നു, തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഇനി ഇതുപോലെ തന്നെ ബിവറേജ് പ്രോഡക്റ്റുകൾ അത് ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുന്ന കേസാകുമ്പോൾ ആ ഒരു കോൾഡ്നെസ്, ആ ഒരു തണുപ്പ് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെയും ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. ദെൻ ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ്സ് ഹാവ് ബീൻ വെരി പോപ്പുലർ ബിക്കോസ് ഓഫ് ലോ കോസ്റ്റ്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ, ആപ്പിൾ ജ്യൂസുകൾ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ആയിക്കോട്ടെ, ഓറഞ്ച് ജ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കണം. അതിന് ലോ ടെമ്പറേച്ചർ വേണം. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകളായിക്കോട്ടെ, അപ്പോൾ അതെല്ലാം ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു കൂളറിനകത്ത് ഒരു ലോ ടെമ്പറേച്ചറിലായിരിക്കും അത് ഇരിക്കുക. പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ അത് കേടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ലോ ടെമ്പറേച്ചർ സ്പേസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊരു എന്നാ പറയുന്നത്, ചില്ലിട്ട ഒരു ഒന്നിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം നമുക്കത് കാണാം. അതോടൊപ്പം തന്നെ ആ ഫുഡ് പ്രോഡക്റ്റ് അതിനകത്തായതുകൊണ്ട് തന്നെ ലോങ് പീരീഡ് അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെയും ഒരു ലോ ടെമ്പറേച്ചർ ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലോ ടെമ്പറേച്ചർ ഏരിയ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. Then candy, use of chocolate in candy or its coating with chocolate requires setting at 5 to 10 degrees Celsius. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ആയിക്കോട്ടെ, അത് മെൽറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊരു ചോക്ലേറ്റ് മിഠായി വാങ്ങിക്കുന്നു, പക്ഷെ അത് ആംബിയൻ ടെമ്പറേച്ചർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ആ കവറിൽ നിന്ന് എടുത്ത് നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേസമയം അതൊരു സോൾഡ് ആയിട്ടിരിക്കുന്ന കേസാണ് എങ്കിൽ കുറച്ചും കൂടെ അത് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്യാമെങ്കിൽ ഒരു റെഫ്രിജറേഷൻ, ഒരു ലോ ടെമ്പറേച്ചർ സ്പേസ് വേണം. ഫർദർ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ഫോർ ബെസ്റ്റ് ടേസ്റ്റ്. ദെൻ പ്രോസസ്സിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രോസൺ ഫുഡ്. നമുക്കറിയാം, ഫുഡ് ഫ്രീസ് ചെയ്ത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യത്തക്ക തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. നമ്മൾ ആ ഫ്രീസ് ചെയ്ത ഫുഡ് വാങ്ങിക്കുന്നു. ഫ്രോസൺ ഫുഡുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഹാഫ് കുക്ക്ഡ് ഫുഡായിരിക്കും നമ്മളത് വീണ്ടും കുക്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പോഴും കുറേ നാൾ പാക്കറ്റിൽ ഇരിക്കുമ്പോഴും അത് കേടാകുന്നില്ല, കാരണം അത് ഫ്രീസ് ചെയ്ത ഫുഡ് പ്രോഡക്റ്റുകളാണ്. ദെൻ അത് സൂപ്പർ മാർക്കറ്റുകളിൽ കീപ്പ് ചെയ്യുന്നത് തന്നെയും ഒരു ഫ്രീസറിനകത്തോ കൂളറിനകത്തൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസിലും പെട്ടെന്ന് കേടാവുന്ന ഫുഡുകളായിക്കോട്ടെ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്രീസ് ചെയ്ത് ട്രാവൽ ചെയ്യുക. ഫ്രീസ് ചെയ്തുകൊണ്ട് ആ ഫുഡ് പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗം. അങ്ങനെ ഫ്രീസ് ചെയ്യുന്നുള്ള ഗുണം ആ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചർ നഷ്ടമാകില്ല, ടേസ്റ്റ് നഷ്ടമാകില്ല, അതിൻ്റെ ആ ക്വാളിറ്റി ഫ്രഷോടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഫ്രീസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണം. Many vegetables, meat, fish and poultry are frozen to sustain the taste which nearly duplicate that of the fresh product. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആപ്പിൾ എടുത്തു,
ആ ആപ്പിളിനെ ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 10 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു പ്ലേസിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കേണ്ട ഒരു കേസാകുമ്പോഴും അവിടെ എത്തിക്കഴിയുമ്പോഴും അതിൻ്റെ ആ ഫ്രഷ്നെസ്, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ, സ്മെല്ല് ഇതൊക്കെ അവഷ്ടാതെ നമുക്ക് കിട്ടാൻ ആ പ്രോഡക്റ്റ് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അത്തരത്തിൽ ഫ്രീസ് ചെയ്യണമെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചർ സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പം അതിന് നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റം സൂട്ടബിൾ ആണ്. ഫ്രീസിങ് റീറ്റെയിൻസ് ദ സെൻസറി ക്വാളിറ്റീസ് ഓഫ് കളർ, ടെക്സ്ചർ, ടേസ്റ്റ് അപ്പാർട്ട് ഫ്രം ന്യൂട്രീഷണൽ qualities. Then the refrigeration system for frozen food applications are very liberally designed since the food items are frozen in shortest period of time. അപ്പോൾ നമുക്ക് ഫുഡിനെ ഫ്രീസ് ചെയ്യുക, അതിനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് ഫുഡിനെ കൂൾ ചെയ്തുകൊണ്ട് അതിനെ ഫ്രീസ് ചെയ്തെടുക്കുന്നു, എന്നിട്ടത് പാക്ക് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. The sharp freezing with temperature often below -30 degrees Celsius is done so that ice crystals formed during freezing. അപ്പോൾ വളരെ ലോ ടെമ്പറേച്ചർ -30 -40 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ആ ഫുഡ് പ്രോഡക്റ്റുകളെ കൂൾ ചെയ്യുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്, അത് കാണും. അപ്പോൾ അത്തരത്തിൽ സഡനായിട്ട് ഇത് കൂൾ ചെയ്യുമ്പോൾ ആ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ സർഫസിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. During freezing, do not get sufficient time to grow and remain small and do not pierce the cell boundaries and damage them. Then ready to eat frozen foods, packed dinners and bakery items are also frozen by this method and store at temperature of, നമ്മൾ ഓൾറെഡി കണ്ടു, ഹാഫ് കുക്ക്ഡ് ഫുഡ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എടുത്ത് കുക്ക് ചെയ്ത് പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാൻ തക്കത്തല്ല ഫുഡ് പ്രോഡക്റ്റുകളുണ്ടാകും. അപ്പോൾ അതൊക്കെയും ഈ രീതിയിൽ ഫ്രീസ് ചെയ്ത് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ കൈകളിലെത്തുന്നു. ദെൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫ്രീസിങ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുമെങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ സാധിക്കും. ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ഗിവ് എ ബ്ലാസ്റ്റ് ഓഫ് ഹൈ വെലോസിറ്റി എയർ അറ്റ് -30 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദ ഫുഡ് കണ്ടെയ്നർ. അപ്പോൾ -30 ഡിഗ്രി സെൽഷ്യസിലുള്ള വളരെ തണുത്ത എയറിനെ ഹൈ വെലോസിറ്റിയിൽ ഫുഡ് പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ പാസ് ചെയ്തുകൊണ്ട് ആ ഫുഡിനെ ഫ്രീസ് ചെയ്തെടുക്കുന്ന രീതിയുണ്ട്. കോണ്ടാക്ട് ഫ്രീസിംഗ് ഉണ്ട്. ഫുഡ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് മെറ്റൽ സർഫസസ് that are cool to -30 degrees Celsius or lower. അപ്പോൾ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് ഈ പ്ലേറ്റിനെ കൂൾ ചെയ്യും. പ്ലേറ്റിനെ കൂൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് പ്ലേറ്റ് ഫുഡ് പ്രോഡക്റ്റുകളെ കൂൾ ചെയ്യും. ദെൻ ഇമേർഷൻ ഫ്രീസിങ് ഇൻവോൾവ്സ് ഇമേർഷൻ ഓഫ് ഫുഡ് ഇൻ ലോ ടെമ്പറേച്ചർ ബ്രൈൻ. അപ്പോൾ വളരെ ലോ ടെമ്പറേച്ചർ ലിക്വിഡ്സ് ഉണ്ടാകും. ഈ ലിക്വിഡ്സിലേക്ക് നമ്മൾ മുക്കിയെടുക്കും ഫുഡ് പ്രോഡക്റ്റുകളെ. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രീസായി കിട്ടും. Then individual quick freezing is done by chilled air at very high velocity like 5 to 10 meter per second that keeps the small vegetable particles or shrimp pieces floating in air without clumping so that maximum area is available for heat transfer. അപ്പോൾ വളരെ ഹൈ വെലോസിറ്റിയിലുള്ള വളരെ കോൾഡായിട്ടുള്ള എയർ ഫ്ലോ ചെയ്തുകൊണ്ട് ക്വിക്കായിട്ട് ആ ഫുഡ് പ്രോഡക്റ്റുകൾ ഫ്രീസ് ആവുന്ന രീതിയിൽ ഫ്രീസിങ് നടത്താൻ പറ്റും. Then the frozen particles can be easily packaged and transported. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫുഡിനെ എളുപ്പം ഫ്രീസ് ചെയ്തെടുക്കുന്നു, വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് അതിനെ ഫ്രീസ് ചെയ്തെടുക്കുന്നു, അതിനുശേഷം അത് പാക്ക് ചെയ്യുന്നു, എന്നിട്ട് ലോ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. The refrigeration capacities in all the freezers are very large since freezing of large quantities is done in a very short time. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഫുഡിനെ ഫ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒന്ന് എത്തണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലാർജ് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. കാരണം ഫുഡിനെ എളുപ്പം ഫ്രീസ് ആവണം. അതായത് വളരെ പെട്ടെന്ന് ഫുഡ് പ്രോഡക്റ്റിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനെ പെട്ടെന്ന് ഫ്രീസ് ആക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ലാർജ് കപ്പാസിറ്റിയുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ ലിക്വിഡ് നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഫ്രീസിങ്. അപ്പോൾ അതായത് അത് റെഫ്രിജറേഷൻ സിസ്റ്റമായിട്ട്
ബന്ധപ്പെട്ട് തന്നെയാണ് ലിക്വിഡ് നൈട്രജൻ എടുക്കും. അതായത് നമ്മളപ്പോൾ ലിക്വിഡ് നൈട്രജൻ ചെയ്തെടുക്കുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൂടെയല്ല, മറ്റൊരു രീതിയിലാണ്. എനിവേ വളരെ ലോ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് നൈട്രജനൊക്കെ എടുക്കും. ആ നൈട്രജനൊക്കെ ഫുഡ് പ്രോഡക്റ്റിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് അതിൽ ഇമ്മേഴ്സ് ചെയ്തുകൊണ്ട് അതിനെ ഫ്രീസ് ചെയ്തെടുക്കും. നൈട്രജൻ ഓൾറെഡി ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഫുഡ് പ്രോഡക്റ്റിന് അപ്പോൾ കേടോ അല്ലെങ്കിൽ അതിന് മറ്റു രീതിയിൽ ഹാംഫുൾ ആകത്തുമില്ല. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് റെഫ്രിജറേഷൻ, നമുക്കറിയാം റെഫ്രിജറേഷൻ്റെ അടുത്ത ഏറ്റവും വലിയ ആപ്ലിക്കേഷനാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ എനിവേ ഈ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ബേക്കറിയിൽ പോകുന്നു, അപ്പോൾ അവിടെയൊക്കെ ഫുഡ് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്പേസ് അത് ലോ ടെമ്പറേച്ചറിലായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നാൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുമ്പം ഫുഡ് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫുഡ് എവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നോ അവിടെയൊക്കെ ഒരു പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിലായിരിക്കും ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ബേക്കറികളിലായിക്കോട്ടെ, എവിടെയൊക്കെയാണോ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് അവിടെയെല്ലാം ഒരു ലോ ടെമ്പറേച്ചർ റീജിയൻ ആവശ്യമാണ്. അവിടെയൊക്കെയും റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നു. റെഫ്രിജറേഷൻ അറ്റ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0°C ആൻഡ് ലെസ് ദാൻ 0°C ഈസ് റിക്വയർഡ്. അപ്പോൾ 0°C താഴെയും വേണം, 0°C എബോവും വേണം. കാരണം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫുഡ് ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ മീറ്റ് ആണെങ്കിൽ അതിന് വേണ്ടൊരു ടെമ്പറേച്ചർ ആയിരിക്കില്ല ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും. As both frozen and fresh food products are normally stored in the same supermarket. അപ്പോൾ ഒരേ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് 2 കമ്പാർട്ട്മെൻറ്റ് കാണണം. അതായത് മീറ്റ് പ്രോഡക്റ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള വളരെ ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു ഏരിയ ഉണ്ടാകണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യുന്ന കുറച്ചുകൂടെ 0°C എബോവ് ആയിട്ടുള്ള ഏരിയയും ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയയൊക്കെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തരിക. മേ ബി മൾട്ടിപ്പിൾ ഇവാപ്പറേറ്ററൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഇത് ചെയ്യുക. ദെൻ മെത്തേഡ്സ് ഓഫ് ഫുഡ് ഫ്രീസിങ്. അപ്പോൾ നമുക്ക് ഫുഡിനെ ഫ്രീസ് ചെയ്തെടുക്കണം, ഫ്രോസൺ ഫുഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള മെത്തേഡ്സ് എങ്ങനെയൊക്കെ? അതിൽ 2 മെത്തേഡുണ്ട്. സ്ലോ ഓർ ഷാർപ്പ് ഫ്രീസിങ്, അടുത്തത് ക്വിക്ക് ഫ്രീസിങ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, സ്ലോ ആയിട്ട് ഫ്രീസ് ചെയ്തെടുക്കുന്നു, അടുത്തത് ക്വിക്കായിട്ട് ഫ്രീസ് ചെയ്യുന്നു, വളരെ എളുപ്പം ഫ്രീസ് ചെയ്തെടുക്കുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ലോ ഓർ ഷാർപ്പ് ഫ്രീസിങ്. Food products are placed in a low temperature room and allowed to freeze slowly in still air by natural convection. അപ്പോൾ വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൂം, ആ റൂമിനകത്തേക്ക് നമ്മൾ ഫുഡ് പ്രോഡക്റ്റുകൾ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാജുവലി നാച്ചുറൽ കൺവെക്ഷനിലൂടെ ഫുഡ് പ്രോഡക്റ്റ് പതുക്കെ തണുത്ത് ഫ്രീസായി മാറുന്നു. The temperature maintained in sharp freezes ranges from -17°C to -40°C. Time required for freezing is high. അപ്പോൾ ഇത് വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ക്യാബിനാണ്. നാച്ചുറൽ കൺവെക്ഷനിലൂടെയാണ് ഫുഡ് ഫ്രീസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൂടുതലെടുക്കും. കാരണം എയർ നാച്ചുറലി ഹീറ്റ് കൺവെക്റ്റ് ചെയ്ത് വേണം ഫുഡ് കൂളാവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീസിങ്ങിന് ടൈം കൂടുതലെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ സ്ലോ ഫ്രീസിങ് എന്ന് പറയാൻ കാരണം. Then this method is commonly used for beef, pork, boxed poultry, fish, fruits in barrels, etc. Then അടുത്താണ് ക്വിക്ക് ഫ്രീസിങ്. ക്വിക്ക് ഫ്രീസിങ് എന്ന് പറയുമ്പം പേര് പോലെ തന്നെ ഫ്രീസിങ് വളരെ എളുപ്പം നടക്കുന്നു. ഫുഡ് പ്രോഡക്റ്റിനെ പെട്ടെന്ന് ഫ്രീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് കോൾഡ് എയർ ഈസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ എയർ നാച്ചുറലി ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഫ്ലോ ചെയ്യുകയല്ല, നാച്ചുറൽ കൺവെക്ഷൻ അല്ല, മറിച്ച് ഇവിടെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. എയറിനൊരു മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നു. The difference between quick and slow freezing is only in size of ice crystals formed within the food. അപ്പോൾ ക്വിക്ക് ഫ്രീസിങ് ആയിക്കോട്ടെ സ്ലോ ഫ്രീസിങ് ആയിക്കോട്ടെ, രണ്ടും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് നാച്ചുറൽ കൺവെക്ഷൻ, ഒന്ന് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അതോടൊപ്പം തന്നെ ഐസ് ക്രിസ്റ്റൽസ്, അതായത് ഫ്രീസ് ചെയ്യുന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ മുകളിലുണ്ടാകുന്ന ഐസ് ക്രിസ്റ്റൽസിനുണ്ടാകുന്ന ആ ടെക്സ്ചറിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസവും ഉണ്ടാകും.
ഇപ്പോൾ ക്വിക്ക് ഫ്രീസിങ്ങിലെ ആദ്യത്തെ മെത്തേഡാണ് ഇമേർഷൻ ഫ്രീസിങ്. ഫുഡ് പ്രോഡക്ട്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ ടു ലോ ടെമ്പറേച്ചർ ലിക്വിഡ്സ്. വളരെ ലോ ടെമ്പറേച്ചർ ഉള്ള ലിക്വിഡിലേക്ക് ഫുഡ് പ്രോഡക്റ്റ് ഇമേഴ്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇമേഴ്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് എളുപ്പം ഫുഡ് ഫ്രീസ് ആവുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് റാപ്പിഡ് ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ഇൻ എ വെരി ഷോർട്ട് ടൈം. The liquids used for this purpose are sodium chloride, sugar brine and propylene glycol. Then ഏതൊക്കെ ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് നോക്കാൻ. The fish and shrimp are the two products which are most frequently frozen by immersion. This freezing method produces a thin coating of ice on the surface of the product, resulting in prevention of dehydration of അൺപാക്ക്ഡ് പ്രോഡക്ട്സ് ഡ്യൂറിങ് ദ സ്റ്റോറേജ് പീരീഡ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീസ് ചെയ്യുമ്പോൾ ആ ഫുഡ് പ്രോഡക്റ്റിൻ്റെ സറൗണ്ടിങ്സിൽ ഒരു തിൻ ലെയർ ഓഫ് ഐസിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാകുന്നു, അതിൽ ഐസ് ഉണ്ടാകുന്നു. അപ്പോൾ ഡീഹൈഡ്രേഷനിൽ നിന്നും ഒഴിവാകുന്നു. ദെൻ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിങ്. ദ ഫുഡ് പ്രോഡക്റ്റ് ഈസ് ഫ്രീസ്ഡ് ബൈ ദ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് മെറ്റൽ സർഫസ് കൂൾഡ് ബൈ any of the refrigerants such as ammonia, R12, R22 or cold brine. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെറ്റൽ സർഫസിനെ വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുന്നു. അതിന് പുറത്ത് ഫുഡ് പ്രോഡക്റ്റ്, ഏത് ഫുഡ് പ്രോഡക്റ്റ് ആണോ ഫ്രീസ് ചെയ്യേണ്ട അടുത്ത് വെക്കുന്നു. അങ്ങനെ ആ ഫുഡ് പ്രോഡക്റ്റിനെ ഫ്രീസ് ചെയ്തെടുക്കുന്നു. ദീസ് ഫ്രീസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ ഫ്രീസിങ് ദ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ് ആൻഡ് ഫിഷ്. ഇനി അടുത്താണ് എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്. ഫുഡ് പ്രോഡക്ട്സ് ആർ ഫ്രീസ്ഡ് ബൈ ദ കോണ്ടാക്ട് വിത്ത് കോൾഡ് എയർ. ഇറ്റ് പ്രൊവൈഡ്സ് എക്സലൻറ്റ് ക്വാളിറ്റി ഓഫ് ദ ഫുഡ് എമംഗ് ഓൾ അതർ ടൈപ്പ്. ദ ടെമ്പറേച്ചർ ഓഫ് -20 degrees Celsius to -40 degrees Celsius ആർ കോമൺലി യൂസ്ഡ് ഫോർ ദിസ് മെത്തേഡ്. അപ്പോൾ എയർ ബ്ലാസ്റ്റ്, ആ പേര് പോലെ തന്നെ ഉണ്ട്, വളരെ ലോ ടെമ്പറേച്ചറുള്ള എയറിനെ ബ്ലാസ്റ്റ് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്തുകൊണ്ട് ഫുഡ് പ്രോഡക്റ്റിലേക്ക് വിടുന്നു. അങ്ങനെ ഫുഡ് പ്രോഡക്റ്റ് ഫ്രീസ് ആവുന്നു. ദ വെലോസിറ്റി ഓഫ് എയർ വേരീസ് ഫ്രോം 30 meter per minute to 120 meter per minute according to the type of food to be freezed. This method is mainly used for freezing fishery products like shrimp, fish fillets, steaks, scallops or prequel products, etc. അപ്പോൾ അതാണ് ഫുഡ് പ്രിസർവ് ചെയ്യുന്ന. അപ്പോൾ റെഫ്രിജറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഫുഡ് പ്രിസർവേഷൻ. കാരണം നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിലെല്ലാം റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഫുഡ് പ്രിസർവ് ചെയ്യുകയാണ്. മീറ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എഗ്ഗ് ആയിക്കോട്ടെ, ഡയറി പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാം സ്റ്റോർ ചെയ്യാൻ. അത് ഈവൻ റീറ്റെയിൽ ആയിക്കോട്ടെ, ഹോൾസെയിൽ ഷോപ്പുകളായിക്കോട്ടെ, എവിടെയും റെഫ്രിജറേഷൻ്റെ ഹെൽപ്പോടെയാണ് വളരെ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രിസർവേഷനിലും ഫുഡ് സ്റ്റോറിങ്ങിലും അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിലും ഫുഡ് ട്രാൻസ്പോർട്ടേഷനും എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇനി റെഫ്രിജറേഷൻ്റെ അടുത്ത ആപ്ലിക്കേഷനാണ് കെമിക്കൽ ആൻഡ് പ്രോസസ് ഇൻഡസ്ട്രീസിൽ റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക.